സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ, കൂട്ടബലാത്സംഗമടക്കം ആരോപണങ്ങൾ നേരിടുന്ന മലപ്പുറത്തെ പോലീസിൽ വൻ അഴിച്ചുപണിക്ക് തുടക്കമിട്ട് സർക്കാർ. മലപ്പുറം SP ശശിധരനെയും 8 ഡിവൈഎസ്പിമാരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ സർക്കാർ പൊളിച്ചെഴുത്ത് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ രാജേഷ് പറമ്പിൽ നൽകും. രാജേഷ്, മലപ്പുറത്തെ പോലീസ് സേനയിൽ ഒരു ശുദ്ധീകലശനം എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലാണോ മലപ്പുറത്തെ ഈ കൂട്ട സ്ഥലമാറ്റമടക്കമുള്ള നീക്കങ്ങൾ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അഭിരാമി, ഒരു ശുദ്ധീകരണം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം PV അൻവർ MLAയെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമായാണ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം അങ്ങനെ നോക്കിക്കാണുന്നത്. പോലീസിൽ അത്തരമൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം കൂട്ടസ്ഥലമാറ്റത്തിൽ ഈ ആരോപണ വിധേയരല്ലാത്ത ഒരുപാട് നിരപരാധികളായ ഉദ്യോഗസ്ഥർ കൂടി പെട്ടു എന്ന രീതിയിലുള്ള ഒരു ചർച്ച പോലീസ് സേനയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ആക്ഷേപം കൂടി ശക്തമാണ്. എന്തുകൊണ്ട് ഇത്രയധികം ആരോപണ വിധേയനായ ഒരുപക്ഷെ PV അൻവർ MLA മുഖ്യ ടാർഗറ്റുകളിൽ ഒരാളായി കണക്കാക്കിയ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു ശുദ്ധീകരണം എന്ന വാക്കിനുമപ്പുറം PV അൻവർ MLA അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കത്തിന് തടയിടാനും അദ്ദേഹത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമമായി വേണമെങ്കിൽ ഈ ഒരു വിഷയത്തെ, ഈ ഒരു ശുദ്ധീകരണം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന, സർക്കാർ അങ്ങനെ പേരിട്ട് വിളിക്കുന്ന ഒരു കൂട്ടസ്ഥലമാറ്റത്തെ കാണാം. അപ്പം സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ, കൂട്ടബലാത്സംഗം അടക്കം ആരോപണങ്ങൾ നേരിടുന്ന മലപ്പുറത്തെ പോലീസിൽ വൻ അഴിച്ചുപണിക്കാണ് സർക്കാർ തുടക്കമിട്ടത്. ശുദ്ധീകരണം എന്ന വാക്കിനുമപ്പുറം അഴിച്ചുപണിക്ക് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു. പോലീസ് മേധാവി S ശശിധരനെ സ്ഥലം മാറ്റി. ശശിധരനെ മാറ്റിയ ഉത്തരവ് രാത്രിയോടെ പുറത്തിറങ്ങി. മലപ്പുറത്തെ 8 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെ ഇന്നലെ സ്ഥലം മാറ്റി. മുട്ടിൽ മരമറു കേസ് അന്വേഷിക്കുന്ന താനൂർ DYSP VV ബെന്നിയെ മാറ്റിയിട്ടുണ്ട്. ബെന്നിക്കെതിരെ വീട്ടമ്മയുടെ ബലാത്സംഗ പരാതിയും ഉയർന്നിരുന്നു. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന് PV അൻവർ MLA മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 2 ദിവസത്തിനകമാണ് ഇത്തരം നടപടികളൊക്കെ വന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. മലപ്പുറം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ P അബ്ദുൽ ബഷീറിനെ തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. മലപ്പുറം DYSP A പ്രേംജിത്തിനെ തൃശൂർ SSBയിലേക്കും, പെരിന്തൽമണ്ണ DYSP സജു K എബ്രഹാമിനെ കൊച്ചി സിറ്റി ട്രാഫിലേക്കും, തിരൂർ DYSP KM ബിജുവിനെ ഗുരുവായൂരിലേക്കും, കൊണ്ടോട്ടി DYSP PP ഷിബുവിനെ തൃശൂർ വിജിലൻസിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. അഭിരാമി, നിലമ്പൂർ DYSP PK സന്തോഷിനെ പാലക്കാട് ക്രൈംബ്രാഞ്ചിലേക്കും, താനൂർ DYSP VV ബെന്നിയെ കോഴിക്കോട് റൂറൽ ജില്ലാ C ബ്രാഞ്ചിലേക്കും, മലപ്പുറം SSB DYSP മൂസ വള്ളിക്കാടനെ പാലക്കാട് SSBയിലേക്കും മാറ്റി. പാലക്കാട് SSBയിലെ KM പ്രവീൺ കുമാറിനെ മലപ്പുറം ജില്ലാ SSBയിലും, ഗുരുവായൂർ DYSP TS സിനോജിനെ മലപ്പുറത്തും, തൃശൂർ റൂറൽ SBയിൽ നിന്ന് TK ഷൈജുവിനെ പെരിന്തൽമണ്ണയിലും നിയമിച്ചു. തൃശൂർ SSB DYSP E ബാലകൃഷ്ണനെ തിരൂരിലും, തൃശൂർ വിജിലൻസിലെ KC സേതുവിനെ കൊണ്ടോട്ടിയിലും, കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ചിലെ G ബാലേന്ദ്രനെ നിലമ്പൂരിലും, കൊച്ചി ട്രാഫിക്കിലെ പയസ് ജോർജിനെ താനൂരിലും, പാലക്കാട് ക്രൈംബ്രാഞ്ചിലെ MU ബാലകൃഷ്ണനെ മലപ്പുറം SSBയിലും ഇവർക്ക് പകരക്കാരായി സർക്കാർ നിയമിച്ച ഉത്തരവ് കൂടി ഇറക്കിയിട്ടുണ്ട്. ഏതായാലും PV അൻവർ MLA മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള ഈ ഒരു നടപടിക്ക് രാഷ്ട്രീയ മാനങ്ങളും നിരവധിയാണ്. കാരണം P ശശിയിലേക്ക് വരെ ആരോപണങ്ങൾ എത്തി. PV അൻവർ അക്കാര്യം കൂടി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. എന്നാൽ P ശശിക്കെതിരെയോ ആരോപണ വിധേയനായ ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെതിരെയോ ഒരു നടപടി ഉണ്ടായില്ല. അക്കാര്യം വിശദീകരിക്കാൻ ഇന്നലെ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും ഒരു ശുദ്ധീകരണം എന്ന വാക്കിനും അപ്പുറം ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നു. അത് PV അൻവർ MLAയുടെ തുടർ വെളിപ്പെടുത്തലുകൾക്കും തുടർ നടപടികൾക്കും ഒരു തടയിടാനുള്ള, ഒരു തണുപ്പിക്കൽ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മലപ്പുറം പോലീസിൽ നടന്നത് എന്ന ആക്ഷേപം കൂടി എടുത്തു പറയേണ്ടതാണ്. അഭിരാമി, ശരി. PV അൻവർ MLAയുടെ പരാതിക്ക് പിന്നാലെയാണ് മലപ്പുറം ജില്ലയിൽ പോലീസ് സംവിധാനത്തിൽ വൻ അഴിച്ചുപണിക്ക് സർക്കാർ തീരുമാനമെടുത്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെയും 8 DYSPമാരെയും കൂട്ടസ്ഥലമാറ്റം നടത്തിക്കൊണ്ടാണ് മലപ്പുറത്തെ പോലീസിൽ സർക്കാരിന്റെ വലിയ ഇടപെടൽ വന്നത്. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് പറമ്പിലാണ്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.